ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആശം വ്ളോഗിലൂടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ കുഞ്ഞൻ മത്തി എന്നൊക്കെ പറയും. നമ്മളവിടെ കുഞ്ഞൻ മത്തി വെച്ചിട്ട് ഈ സാധനത്തിൻ്റെ പേര് പല സ്ഥലത്ത് പല പേരാണ്. ഇതിൽ ഇരുമ്പാമ്പുളി എന്ന് പറയും, ചെമ്മീൻ പുളി എന്ന് പറയും, പിന്നെ വേറെ ഓർക്കാപ്പുളി എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഇതിട്ടിട്ട് ഹെൽത്തിയാണ്, അയൺ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടാണ്. ഇതും തക്കാളി മാത്രം ഇട്ടിട്ട് നമ്മൾ ഈ മത്തി പറ്റിച്ചെടുക്കുന്ന ഒരു കറിയാണുള്ളത്. അതിൻ്റെ ചേരുവകൾ ചെറിയുള്ളി ഉണ്ട്, പച്ചമുളക്, തക്കാളി, ഇരുമ്പാമ്പുളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, ഉലുവ, വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാമല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടിയാണ് അമർത്തുക. അപ്പോൾ ഇന്നേക്ക് ഒരു പൊടി നമ്മളൊരു ആപ്പിൾസ് വാങ്ങിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആരോ പറഞ്ഞത് ഇറച്ചിക്കടക്കാരിരുന്നാണെന്ന്. സാരമില്ല, നമ്മുടെ മേത്ത് അഴുക്കാവാതിരിക്കാനല്ല നമ്മൾ ഇടുന്നതല്ലേ. ഒരു ഷെഫിൻ്റെ ലുക്കൊക്കെ വന്നോട്ടെ, പക്ഷേ ഇട്ടതാണ്. സത്യം പറഞ്ഞാൽ ഇക്കുത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. ഇത് മറ്റേ സിനിമയിൽ വെട്ടാൻ പോകണില്ലേ, മത്തിയൊക്കെ അതിലൊക്കെ വറക്കാൻ പോകുന്ന ആൾക്കാർ. അപ്പോൾ എന്തായാലും നമ്മളെ കോമഡിയിൽ നമുക്ക് ഒരു പിടിക്കാൻ വേണ്ടാമാ. അപ്പോൾ നമ്മളിന്ന് ചട്ടി നോക്കിയൊക്കെ മൺചട്ടിയിലാണ് നമ്മളിന്ന് ഈ അടിപൊളിയായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത കറി കേട്ടോ. പക്ഷെ ഞാൻ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. നമുക്ക് നേരെ എന്നാൽ കിടക്കല്ലേ. കമോൺ. നമ്മളങ്ങനെ സ്റ്റവ് കത്തിച്ചു, ചട്ടി വെച്ചു. മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയതാണിത്. അപ്പോൾ അത് നമ്മൾ ചട്ടി നല്ല ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. കാരണം ചട്ടി പുകഞ്ഞ ഒരു പുക വരാണ്ട് ചൂടായി കഴിഞ്ഞാൽ. അപ്പോൾ അത് ഈ എണ്ണ തട്ടി കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല. നമ്മൾ അത്യാവശ്യം എണ്ണ വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കൽ. വീട്ടിലൊക്കെ അങ്ങനെ തന്നെ. നമ്മൾ കുറേ കറി വയ്ക്കും. ഈ ഇരുമ്പാമ്പുളി ഞങ്ങൾ അന്ന് നീർച്ചൻ്റെ പരിപാടി കണ്ടില്ലായിരുന്നു നിങ്ങൾ? മറ്റേ പുതിയങ്ങാടി നീർച്ച തിരൂര് പോയപ്പോൾ ഒരു കുഞ്ഞുമ്മയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പറിച്ചു കൊടുന്നതാണ്. അത് കൊടുന്നിട്ട് കുറച്ച് ദിവസമായി. ഇത് ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ കളറൊക്കെ മാറി, പച്ച കളറായിരുന്നു. ഇത് മഞ്ഞ കളറിലേക്ക് മാറിയിരിക്കണം. അപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ വീഡിയോ ആക്കുകയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഞാനൊരു സാധനം എടുത്തിട്ട് വരാം, അത് മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ തൊടിയിൽ പോയിട്ട് കറിവേപ്പില പൊട്ടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിലേക്ക് ഉലുവയും ജീരകം ഇട്ട് നേരെ നമ്മൾ ചെറിയുള്ളി അല്ല, വെളുത്തുള്ളിയും ഇഞ്ചിയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന രീതിക്ക് നമ്മൾ തക്കാളി അങ്ങോട്ട് തട്ടിക്കൊടുക്കുകയാണ്. തക്കാളി തട്ടിക്കൊടുത്ത് നമ്മളിത് നന്നോലെ ഇളക്കുന്നതോട് കൂടി തന്നെ നമ്മുടെ ഇരുമ്പമ്പുളി, ഈ ഓർക്കാപ്പുളി, പിന്നെ എന്താ ചെമ്മീൻ പുളി എന്നൊക്കെ പറയപ്പെടുന്ന സാധനം അതിട്ടിട്ട് ഇളക്കി മറിക്കുക. നമ്മൾ ഈ കളർ കണ്ടിട്ട് പേടിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇത് കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് മുകളിൽ കറിവേപ്പില ഒന്ന് തൂവി കൊടുക്കുക. കറിവേപ്പില അവസാനം ഇടണമെന്നാണ് ശരിക്കും പറയുക. പിന്നെ ഈ ഇരുമ്പാമ്പുളി നമുക്ക് ഈ സീസണിൽ നമ്മളത് ഉപ്പിലിട്ട് വെച്ചിട്ട് അത് പിന്നീട് കറി വെക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് വെക്കാറ്. ഇത് ഉപ്പിലിട്ട് വെക്കും. അപ്പോൾ അത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അതുപോലെ കറിയൊക്കെ വെക്കാം. അപ്പോൾ അതും ഒരു ടിപ്പാണ് കേട്ടോ. ഇത് ഉപ്പിലിട്ട് വെക്കുക. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അച്ചാറിട്ട് വെക്കുക. അച്ചാറിട്ട് പിന്നെ കറിക്ക് എടുക്കാൻ പറ്റില്ല. ഉപ്പിലിട്ടാൽ നമുക്ക് കറി വെക്കാനും എടുക്കാം. എന്തായാലും തിളച്ച് വരട്ടെ. ഓക്കെ. അങ്ങനെ ഇത് തിളച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ക്ഷീണം തോന്നിയപ്പോൾ ഇതെന്താണെന്നറിയോ? ഹോർലിക്സോ ബൂസ്റ്റോ മിൽക്കോ ഒന്നല്ല, കഞ്ഞിവെള്ളമാണിത്. റൈസ് സോപ്പ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ഇത് നല്ലതായിട്ടത് കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു റിഫ്രഷ്നെസ് കിട്ടും. കുടിക്കട്ടെടാ. നമ്മുടെ കറി അങ്ങനെ തിളച്ച് സെറ്റായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പച്ചമുളക് ഇട്ട് ഇപ്പം നമ്മളിത് മീൻ ഇടുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. വാവ്, പുളി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് നമ്മളിടുക. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം നല്ല വറ്റി വരുന്നുണ്ട്. ഇതിന് മീനുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ തവി ഉപയോഗിക്കില്ല. പിന്നെ ചട്ടി ഇങ്ങനെ ഇളക്കി നമ്മൾ മാറ്റണം. ഉപ്പ് അത് പോരാ, എന്തായാലും കിടക്കട്ടെ. ഏറി പോയാൽ പോയി പോലെ. ഇനി നമ്മളങ്ങനെ മീൻ ഇതിലേക്ക് ഇടാൻ കേട്ടോ. ചെറിയ മത്തിയാണ്, അതായത് കുഞ്ഞൻ മത്തി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണിത്.
നമ്മുടെ മീനിട്ടിട്ട് മീനിങ്ങനെ കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തവി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മീനൊക്കെ നല്ല പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ 2 തുണി എടുത്തിട്ട് ചട്ടി ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാലാണ് ആ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ എരിവും പുളിയൊക്കെ എത്തി നല്ല വെന്ത് കിട്ടുള്ളൂ. കിടന്ന് തിളക്കട്ടെ. നമുക്കിത് കൂട്ടിയിട്ട് ഒരു കിടുക്കാച്ചി ഊണുണ്ണണം, ചോറ് കഴിക്കണം. ഒരു കിടുക്കാച്ചി മീൻകറി തന്നെയാണത്, ഒരു രക്ഷ. ഞാൻ വെറുതെ പറയില്ലെന്ന് വീണ്ടും പറയുന്നുണ്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. വലിയ പോസ്റ്റ് ചേരുവകളൊന്നും അല്ല. മത്തി ഉണ്ടോ, ഇരുമ്പാമ്പുളി ഉണ്ടോ, എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് ആവട്ടെ, കഴിച്ചിട്ട് നമുക്ക് കാണിക്കണം. നമുക്ക് അയൽവാസികളൊക്കെ ചോദിച്ചിട്ടുണ്ട് കറിൻ്റെ മീൻ്റെ നമ്മൾ അടിച്ചിട്ടേ അപ്പുറത്തുള്ളവർ ഞങ്ങൾക്ക് കൂടി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും തരും. നമ്മുടെ ഇരുമ്പാമ്പുളി ഇട്ട് പറ്റിച്ച മീൻകറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് കഴിയുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില അങ്ങനെ തൂക്കി കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഓൾറെഡി കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഒഴിച്ചാൽ മതി. അതൊന്ന് അങ്ങനെ മുകളിൽ തൂവിയിട്ട് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കുക. 2 മിനിറ്റിന് ശേഷം നമ്മൾ ചോറ് കൂട്ടിയിട്ട് ഒരു പിടിക്കാൻ പോവാണ്. എല്ലാവരും വരിട്ടാ, ഞാൻ ചോറ് എടുത്തിട്ട് പറ്റേ. ഇരുമ്പാമ്പുളി ഇട്ട് മത്തി പറ്റിച്ച കിടുക്കാച്ച് മീൻകറി നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ ഞാൻ എന്തായാലും കഴിച്ച് നോക്കാൻ പോവാണ്. നല്ലോണം അങ്ങോട്ട് വിളക്കി എന്താ മത്തി ഇതിങ്ങനെ കോരിയിട്ട് നമ്മൾ ചോറിലേക്ക് കണ്ട് ഒഴിക്കുക. കുറച്ച് ചാറുകൊണ്ട് ഒഴിക്കുക. കുറച്ച് മുരിങ്ങയില തോരനുണ്ട്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. ഇത് വേറെ വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കിയതാണ്. അതും കൂടി ഇട്ടിട്ട് കഴിച്ച് നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചാറ് വെച്ച് ഇങ്ങോട്ട് കുഴയ്ക്കുക. കുറച്ച് മുരിങ്ങയില എടുത്ത് വെക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. മീൻ എടുത്തിട്ടുണ്ട് വെച്ചിട്ട് ഒരു പിടി ഒരു രക്ഷയിലേക്ക് എടുക്കാച്ചോട്ടോ. സൂപ്പർ സാധനം, മസ്റ്റ് ട്രൈ ചെയ്യണം. എത്ര പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാം എല്ലാവരും. നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയല്ലോ ഗൈസ്, സൂപ്പർ സാധനം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒരു വമ്പൻ തരങ്ങാക്കി മാറ്റി തരിക. എല്ലാവർക്കും താങ്ക് യു. ബൈ. തിന്നിട്ട് മുടിക്കട്ടെ.